ഞാൻ രഞ്ജു രാജേഷ്, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീഷണറാണ്. നമ്മുടെ മനഃശക്തിയിലൂടെ നമുക്ക് നമ്മുടെ ജീവിത വിജയം കൈവരിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് വിജയം കൈവരിക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകളിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധാലുവായിരിക്കുക. ഇപ്പോൾ നമ്മുടെ മനസ്സിനെ ഒരു പൂന്തോട്ടവുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ, ആ പൂന്തോട്ടത്തിലെ ചിന്തകളാകുന്ന വിത്തുകൾ വിതയ്ക്കുന്ന ഒരു തോട്ടക്കാരൻ്റെ സ്ഥാനമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ അവിടെ നിങ്ങളുടെ ചിന്തകളാകുന്ന വിത്തുകൾ നട്ടുകൊണ്ടേയിരിക്കുന്നു. തിരികെ അത് കൊയ്തെടുക്കുന്നതും നിങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്ത് തരം വിത്തുകളാണ് അവിടെ നടേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പന്നതയുടെയും ഒക്കെ വിത്തുകളാണ് നിങ്ങൾ അവിടെ നടുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് തന്നെ നിങ്ങൾക്ക് കൊയ്തെടുക്കാനും കഴിയും. നിങ്ങൾ വിതയ്ക്കുന്നത് എന്താണോ അതാണ് നിങ്ങൾ കൊയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ചിന്തകളെ കയറൂരി വിടാതെ അത് നിങ്ങൾ ഏത് രീതിയിലാണോ നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക്, അതായത് നിങ്ങളുടെ സന്തോഷത്തിലേക്ക്, നിങ്ങളുടെ സമാധാനത്തിലേക്കും നിങ്ങളുടെ സമ്പന്നതയിലേക്കുമുള്ള ആ ഒരു ചിന്തകളായിരിക്കണം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ബോധപൂർവം ചിന്തിക്കേണ്ടത്. എപ്പോഴും നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾ എന്തായിരിക്കണം? ശ്രദ്ധാലുവായിരിക്കണം. ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പകരം എന്ത് ചെയ്യുക? നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ സന്തോഷത്തിലേക്ക്, നിങ്ങളുടെ ഭാവി കാര്യങ്ങളിലേക്ക് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റി എന്ത് ചെയ്യുക? നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ബോധ മനസ്സിൽ നമുക്ക് ചിന്തിക്കുന്ന ആ ഒരു ചിന്തകൾക്കനുസരിച്ചാണ് നമ്മുടെ ഭാവി ജീവിതം എന്ത് ചെയ്യുന്നത്? സൃഷ്ടിക്കപ്പെടുന്നത്. നിങ്ങളിപ്പോൾ ഏതൊരവസ്ഥയിലായിരുന്നാലും അതിന് കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കൽ ചിന്തിച്ചു കൂട്ടിയ നിങ്ങളുടെ ആ ചിന്തകൾ തന്നെയാണ്. ആ ചിന്തകളാണ് പിന്നീട് നിങ്ങൾക്ക് ഇപ്പോഴുള്ള ആ ഒരു അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ചിന്തകളിൽ അലേർട്ടായിരിക്കുക. ഓക്കെ, താങ്ക് യു.